ഹലോ ഡേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം നിഫ്റ്റി വീണ്ടും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 21,900 ആദ്യമായിട്ട് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. സെൻസെക്സും 72,500 ഓൾ ടൈം ഹൈ. നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയും ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പും എല്ലാം തന്നെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 1% ഒക്കെ താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് IT കമ്പനികളുടെ എന്താണ് ശക്തമായ ഒരു റാലിയാണ്. ഇൻഫോസിസ് അല്ലെങ്കിൽ TCS ഈ നിഫ്റ്റിയിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക കമ്പനീസും ഇന്ന് IT കമ്പനീസ് തന്നെയാണ്. ഇൻഫോസിസ് 8% റാലിയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ ഇൻഫോസിസ് US ADRൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിൽ ഇൻഫോസിസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4% റാലി നമ്മൾ ഇൻഫോസിസിൽ ഇന്ന് രാവിലെ കണ്ടിട്ടുള്ളതാണ്. ഇൻഫോസിസ് മാത്രമല്ല TCSും റാലി രേഖപ്പെടുത്തി 4%. റിസൾട്ടിന് ശേഷം ഈ ഇൻഫോസിസ് ഇവരുടെ റവന്യൂ ഗൈഡൻസ് എല്ലാം തന്നെ ഉയർത്തിയതാണ് ഇത്ര ശക്തമായ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത്. IT സെക്ടർ തന്നെ ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിൽ HCL ടെക്കിൻ്റെ റിസൾട്ട്, വിപ്രോയുടെ റിസൾട്ടാണ് വരുന്നത്. അത് ഇന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ആണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ വരുന്നത്. കൂടാതെ ഇന്ന് US മേജറായിട്ടുള്ള ബാങ്കുകളുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള സിറ്റി ഗ്രൂപ്പിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് കമ്പനി പറഞ്ഞത് കൊണ്ട് ഏകദേശം ഒരു $800 മില്യൺ കുറവുണ്ടാവും എന്നുള്ള കാരണം കൊണ്ട് രാവിലെ നമ്മൾ ഡോ ഫ്യൂച്ചറെല്ലാം തന്നെ ഫോളോ ആയിട്ടുള്ളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള 4 ബാങ്കുകളുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. നമ്മളുടെ റിസൾട്ട് ഇനിയിപ്പോൾ HCL ടെക്കിൻ്റെ വിപ്രോയുടെ റിസൾട്ട് ഇന്ന് വരും. അതിനുശേഷം 16-ാം തീയതി ജാനുവരി 16-ാം തീയതി HDFCയുടെ റിസൾട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ നോക്കുകയാണെങ്കിൽ മെട്രോപോളിസ് എല്ലാം തന്നെ ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഡോക്ടർ അത്ഭുത ലാബും ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ മറ്റുള്ള കഥകളിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏറെക്കുറെ നമുക്ക് എത്രമാത്രം ശക്തമായ ഒരു റാലിയാണ് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ സ്ലൈറ്റ്ലി ഫോൾ രേഖപ്പെടുത്തി. പിന്നീട് കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ പറക്കലായിരുന്നു നിഫ്റ്റി. പിടിച്ചാൽ കിട്ടിയില്ല. ശക്തമായൊരു റാലി 1.12%, 241 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന്. 260 പോയിൻറ്റ് സെൻസെക്സ് 929, ബാങ്ക് 290 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി. സെക്ടർ പെർഫോമൻസ് കാണാം. IT സെക്ടർ 5%, IT സെക്ടർ മാത്രം 5% റാലി. PSU ബാങ്ക് 2.25%, റിയാലിറ്റി ബാങ്ക്, എനർജി, FMCG, മെറ്റൽ, ഫിൻ സർവീസ് തുടങ്ങിയ സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. മീഡിയ, ഓട്ടോ, ഫാർമ തുടങ്ങിയ സെക്ടേഴ്സാണ് ഇന്ന് റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. NSEൽ 1114 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 1035 കമ്പനീസിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുള്ളൂ. ഇൻഫോസിസ് 8, ONGC 5.5%, ടെക്കം 4.5%, HCL ടെക്ക്, മൈൻട്രി തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 5 മുതൽ 5.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് ഫാർമ സെക്ടറിൽ നിന്ന് സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിൻസർവ്, അൾട്രാടെക് സിമെൻറ്റ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനീസ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രീ മാർക്കറ്റ് സമയത്തെല്ലാം തന്നെ ഡോ ഫ്യൂച്ചർ ഫോൾ ആയിരുന്നു, ഇപ്പോൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് മാർക്കറ്റ് ഉയർന്നെങ്കിൽ കൂടിയും 2.6% ഒരു സ്പൈക്ക് ഇന്ത്യ വിക്സ് നടത്തി. ഇപ്പോൾ US വിക്സിനേക്കാളും കൂടിയ നിലയിൽ 13.1 നിലയിൽ ഇപ്പോൾ ഇന്ത്യ വിക്സ് നിലകൊള്ളുന്നു. ബിറ്റ്കോയിൻ 45,997. റഷ്യൻ മാർക്കറ്റ് MOX ഫ്ലാറ്റാണ്. FTSE, CSE 40, DAX തുടങ്ങിയ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ അതീവ പോസിറ്റിവിറ്റി ഉണ്ട്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 525 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു 35,000 എന്ന് പറഞ്ഞ റേഞ്ച് 1990 ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് ആ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബ്രന്റ് ഓയിൽ $73.56 പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ $83.11 പെർ ഔൺസ്. കൂടാതെ തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $10 ഉയർന്ന്, അഥവാ 0.5% ഉയർന്ന് $2039 ഇന്ത്യ ഗോൾഡും മാറിയിട്ടുണ്ട്.
മാർക്കറ്റിൽ ഇന്ന് നടന്ന കാര്യങ്ങളും ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ ഇന്ന് റിഫ്ലക്റ്റ് ആയ കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമുക്ക് നോക്കാം. IRFC കമ്പനി IPOയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി 26 രൂപയായിരുന്നു. അതിൽ നിന്ന് 4 മടങ്ങ് ഉയർന്ന് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനാണ്. IRFC ഇപ്പോൾ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് IRFCനെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റിൽ നടന്നത്. മാക്രോ ടെക് ഡെവലപ്പേഴ്സ് 6% റാലി രേഖപ്പെടുത്തി. ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തത് മാത്രമല്ല, ക്രെഡായി റിയൽ എസ്റ്റേറ്റ് മേഖലേനെ അപ്ഗ്രേഡ് ചെയ്ത് ന്യൂസ് നമ്മളൊരു 4 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഒട്ടുമിക്ക ഏതെങ്കിലും ഒരു ദിവസം ഒരു റിയാലിറ്റി കമ്പനി 8% അടുത്ത് റാലി രേഖപ്പെടുത്താറുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മാക്രോ ടെക് ഡെവലപ്പേഴ്സാണ്. ബോംബെ ആസ്ഥാനമായിട്ടുള്ള ലോധ ഡെവലപ്പേഴ്സാണ് ഇവർ. നൈക്ക ഫെയർനെസ് കമ്പനിയാണ്. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സെല്ല് ചെയ്യുന്നുണ്ട് സ്റ്റോക്കുകൾ ബൾക്ക് ഡീലിലൂടെ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റോക്ക് 3% ഫോൾ രേഖപ്പെടുത്തി. ടൊറൻറ്റ് പവർ 47,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗുജറാത്തിൽ നടത്തുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. HDFC ലൈഫ് റിസൾട്ട് വന്നു. ഇവർ പ്രീമിയം 6% ഉയർത്തുന്നു. കൂടാതെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 16% കമ്പനി സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരത് ബിജ്ലി കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ആദിത്യ ബിർള മണി കമ്പനി ഇവർ ശക്തമായ റിസൾട്ടാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 9 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് മികച്ച ഒരു ആദായം. സ്റ്റോക്ക് നിന്ന് റാലി രേഖപ്പെടുത്തി നിയർ ടു 10% റാലി ഉണ്ടായെന്നുള്ളതാണ്. തെറ്റാണെങ്കിൽ തിരുത്തുക കമൻറ്റിൽ. ടാറ്റ കൺസ്യൂമർ കമ്പനി ഇവർ ക്യാപിറ്റൽ ഫുഡ് ഓർഗാനിക് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാമിൽ ഈ ഒരു ന്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിന്ന് പേഴ്സണലി ഫോക്കസ് ചെയ്തിട്ടില്ല. ഇന്ന് സെൻസെക്സിലായിരുന്നു ട്രേഡ് ചെയ്തത്. സെൻസെക്സ് അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാനമായ രീതിയിൽ സെൻസെക്സ് ഇപ്പോൾ ട്രേഡിങ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇത് മാർക്കറ്റ് ഉയർന്നെങ്കിൽ കൂടിയും വിക്സ് അപ്പ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉള്ള ബാങ്കക്സിനും നല്ലൊരു പ്രീമിയം ഉണ്ട്. പക്ഷേ മേജറായിട്ടുള്ള ഒരുപാട് ഈവൻറ്റുകൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുക, ഓപ്പൺ പൊസിഷനിലെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ 2 ദിവസം അവധിയാണ്. ആളുകൾ ഓപ്ഷൻ ബൈ ഒക്കെ ചെയ്ത് ഹോൾഡ് ചെയ്യാറുണ്ട്. 2 ദിവസം തീറ്റ വാല്യൂ നിയർ ഏകദേശം ഒരു 16 രൂപ 30 രൂപ മെൽറ്റ് ആകും എന്നുള്ളത് അറിയാതെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിലൊരു ചെറിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് വാങ്ങി കൈവശം വെക്കും പോലെയല്ല. അത് കോൺട്രാക്റ്റാണ്. വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഈ ഞായറാഴ്ച കൊച്ചിയിൽ ക്ലാസ് ഉണ്ട്. പക്ഷേ സീറ്റ് ബുക്ക്ഡ് ആണ് കംപ്ലീറ്റ്ലി. ഇനി 27-ാം തീയതി സീറ്റ് അവൈലബിൾ ആണ് കൊച്ചിയിൽ. കാലിക്കട്ടും സീറ്റ് ബുക്ക്ഡ് ആണ്. ഫെബ്രുവരിയിലാണ് ഇനിയിപ്പോൾ കാലിക്കട്ടിൽ സീറ്റ് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കുറഞ്ഞ പേരാണ് നമ്മൾ ഒറ്റ ബാച്ചിൽ എടുക്കുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. എനിവേ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.